وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم وبه نستعين. فرع 115 പേജ്. ഇവിടെ ധ്യാനത്തിലെ കീശേരി പേജിലൊക്കെ നോക്കിയിട്ട് അടിക്കലുണ്ടെന്ന്. ഇപ്പൊ ആരാ അടിക്കണത്? ആലുവരാജ് സൗകര്യം ഉണ്ടെങ്കിൽ ആലുവരാജ് അടിക്കുക, ഇല്ലെങ്കിൽ കീശേരി അടിച്ചാലും മതി. ആരടിച്ചാലും നമുക്കിപ്പോ ബീവി കുത്തിയാലും വെള്ളാട്ടി കുത്തിയാലും അരി വെളുക്കണം എന്നുള്ളൂ പറഞ്ഞില്ലേ, അത്രേ ഇപ്പൊ ഇതിന്റെ ആവശ്യമുള്ളൂ. ആളാരാൻ വേണ്ടിയില്ല. ഫറഉൻ ലൗ അസ്വാബൽ അർള നഹ്വു ബൗലിൻ. ആരായിരിക്കുന്ന കിസിരി തന്നെ എന്നാ വരട്ടെ. കിസിരി കണ്ടില്ലേ? അലുരാജി അടിച്ചാലും കുഴപ്പമില്ല, ആരായാലും മതി. യാനത്തുള്ളവർക്ക് 115 പേജ് മാത്രം. ഫത്വൽ മുഈൻ സ്വന്തമാണെങ്കിൽ യാനത്തില്ലെങ്കിൽ പേജ് വ്യത്യാസപ്പെടും. നേരത്തെ നമ്മള് വായു നജസ്സായാൽ ശുദ്ധിയാക്കുന്നതിനെ പറ്റി, അതുപോലെ തന്നെ ഹുക്മിയായ നജസ്, തടിയില്ല അഥവാ നിറം, മണം, രുചി എന്നിവ കാണാത്ത നജസ്, ഇവ കൊണ്ടൊക്കെ നജസ്സായാൽ ശുദ്ധിയാക്കേണ്ട രീതി പറഞ്ഞു. ഇനി ഇന്ന് നമ്മെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വീടുകളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം, ലൗ അസ്വാബൽ അർള, ഭൂമിയിൽ ആയാൽ, എന്തായാൽ, നഹ്വു ബൗലിൻ, മൂത്രം പോലെയുള്ള നീരായ നജസ്സുകൾ എന്ന് പറഞ്ഞാൽ അകത്ത് കുഞ്ഞു മൂത്രമൊഴിച്ചു, ചിലപ്പോ മാർബിൾ ഇട്ട റൂമായിരിക്കും, ടൈൽസ് ആയിരിക്കും, ഗ്രാനൈറ്റ് ആയിരിക്കും, എന്തായാലും വേണ്ടിയില്ല, ഇനി അല്ലെങ്കിൽ സിമെന്റ് ഇട്ട ഭൂമിയിൽ കുട്ടി മൂത്രമൊഴിച്ചു. മൂത്രം എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള നജസ്സൊക്കെ അതിൽ പെട്ടു. കള്ള് തുടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള നജസ് ഭൂമിയിലായി. വജഫ, അത് ഉണങ്ങുകയും ചെയ്തു. മൂത്രായത് ഉണങ്ങി. ഇനി വേറെ എന്തുണ്ട്? മൂത്രമുണ്ട്, ഇപ്പൊ ഇനി ഉണങ്ങോളും കാത്തിക്കേണ്ടി വരുമോന്ന്? അത് വേണ്ട, നന്നായി തുടച്ചെടുത്താലും മതി. മൂത്രത്തിന്റെ തടി നീങ്ങുന്ന നിലക്ക് തുടച്ചെടുത്തു. പിന്നെ ആ നനവ് പശർമ മാത്രമേ അവിടെ ഉള്ളൂ. അതിനും വിധി ഇത് തന്നെയാണ്. അപ്പൊ കുട്ടിപ്പോ ഉദാഹരണം പറഞ്ഞാൽ അകത്ത് മാർബിൾ മേലോ മറ്റോ മൂത്രമൊഴിച്ചു, ഉണങ്ങണമെങ്കിൽ കുറെ സമയം പിടിക്കുമല്ലോ. അങ്ങനെ ഉണങ്ങുന്നത് വരെ കാത്തിരുന്ന് കൊള്ളണം എന്നില്ല. നല്ല വൃത്തിയുള്ള ഒരു തുണിയോ മറ്റോ എടുത്ത് ആ മൂത്രം നന്നായി ഒപ്പിയെടുത്തു. ഇപ്പൊ അവിടെ മൂത്രമില്ല, പിന്നെ എന്തുണ്ട്? മൂത്രമായ ആ ഒരു നനവ് മാത്രമേ ഉള്ളൂ. എന്നാലും വിധി ഇത് തന്നെ. അതല്ലെങ്കിൽ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഉണങ്ങിപ്പോയി, വസ്ത്രത്തിലായാലും, അതല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മളെ സോഫ സെറ്റ് ഒക്കെ ഇതന്നെ വിധി, ഉണങ്ങിപ്പോയി. ഇങ്ങനെ ഫസുബ്ബ അലാ മൗദിഇഹി, ആ മൂത്രം പോലെയുള്ള നജസിന്റെ സ്ഥലത്ത് ഒഴിക്കപ്പെട്ടു. എന്തൊഴിക്കപ്പെട്ടു? മാഉൻ, വെള്ളം. കുട്ടി മൂത്രമൊഴിച്ചിട്ട് ഉണങ്ങുന്നത് വരെ വെച്ചു, ഉണങ്ങി നല്ലോണം. ഇപ്പൊ അവിടെ അടയാളമൊന്നുമില്ലല്ലോ. എന്നിട്ട് അവിടെ കുറച്ച് വെള്ളം അങ്ങോട്ട് പാർന്നു, ഒഴിച്ചു. ഫഗമറഹു, ആ നജസായ സ്ഥലം അതിൽ മൂടി, അതിന് മാത്രം വെള്ളം ഒഴിച്ചു.
എന്ന് പറഞ്ഞാൽ കുറെ നമ്മൾ ഒഴിക്കും പോലെ ഒരു 15 ലിറ്ററിന്റെ ബക്കറ്റിലുള്ള വെള്ളം ഒന്നായിട്ട് ഒഴിച്ചോളന്നില്ല. ആ മൂത്രമായ മുഴുവൻ സ്ഥലവും ഓടുന്ന നിലക്ക് വെള്ളം കോരി ആ സ്ഥലത്ത് ഒഴിച്ചു. വേറൊന്നും ചെയ്തിട്ടില്ല, അത് വറ്റിച്ചിട്ടില്ല, തുടച്ചു കളഞ്ഞിട്ടില്ല, അവിടുന്ന് ഒലിച്ചു പോയിട്ടില്ല, ഒന്നുമില്ല. ആ സ്ഥലം മുഴുവനും നനയുന്ന നിലക്ക് വെള്ളം ഒഴിച്ചു. എന്നാൽ തന്നെ തഹുറ, ആ സ്ഥലം ശുദ്ധിയാവും. അപ്പൊ ഞാൻ അതിനെ ഓർത്ത് ബേജാറാണ്ട, കുഞ്ഞകത്ത് മൂത്രമൊഴിച്ചു, എന്നാൽ ഇനി എന്താണത് കാട്ടുക? ഒന്നായിട്ട് ആ അകം ഒന്നിച്ച് കഴുകി എന്നിട്ട് തുടച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. മൂത്രമുള്ളപ്പോ മൂത്രത്തിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മൂത്രം അവിടെ ഉണ്ട്, അതിക്ക് കുറെ വെള്ളം കൊണ്ടൊന്നും ഒഴിച്ചാൽ പറ്റൂല, അപ്പൊ ആകമത്തിൽ വെച്ച് സഹിക്കാം. മറിച്ച് മൂത്രം ഒന്നിരിക്കൽ തന്നെ ഉണങ്ങുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് തുടച്ചെടുക്കുകയോ ചെയ്യണം. തുടച്ചെടുത്താലും ഉണങ്ങിയാലും സ്ഥലം നജസ് തന്നെയാണ്. ആ നജസായ തടിയില്ലാത്ത ഈ നജസായ ഈ സ്ഥലത്തേക്ക് ആ നജസ് പറ്റിയ സ്ഥലം മുഴുവനും എത്തുന്ന നിലക്ക് വെള്ളം ഒഴിച്ചു പാർന്നു. ആ സ്ഥലം മൂടിക്കഴിഞ്ഞാൽ സ്ഥലം ശുദ്ധിയായി. വലൂലം യംളബ്, കണ്ടോ, ആ വെള്ളം വറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നളബ നളബ എന്ന് പറഞ്ഞ ഫീല് അതിന്റെ യംളബു ആണല്ലോ. അതിന്റെ അർത്ഥം ഹോറ യഹൂർ എന്ന് പറയുന്ന ആണ്. യംളബ് യംളബ് നോക്കി, അത് നോക്കണ്ട. വറ്റിപ്പോക അർത്ഥം ഓറാണ്. അപ്പോ വെള്ളം ഈ നജസായ സ്ഥലത്ത് മുഴുവനും എത്തുന്ന നിലക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്ത് വേണമെന്നില്ല, ആ വെള്ളം അവിടെ നിന്ന് വറ്റിക്കൊള്ളണമെന്നോ വടിച്ചു കളഞ്ഞുകൊള്ളണമെന്നോ ഇല്ല. അത് അങ്ങനെ അവിടെ കിടന്നോട്ടെ, വെള്ളം ത്വാഹിറാണ്. തൊഹൂറായ വെള്ളം ഒഴിച്ച് സ്ഥലം ശുദ്ധിയായി കഴിഞ്ഞാൽ വെള്ളം ത്വാഹിറാണ്, മുസ്താമിലാണ്, മുസ്താമിലാണ്. പക്ഷെ അതുകൊണ്ട് നജസാവൂല. നജസാണെങ്കിൽ ഈ വെള്ളം അതുകൊണ്ട് നിറവോ മണോ രുചിയോ മാറണം. അപ്പൊ അവിടെ തടി ഉണ്ട് നായും ചെയ്തല്ലോ. തടി ഉണ്ടെങ്കിൽ പറ്റൂല, തടി ഉണ്ടെങ്കിൽ ആദ്യം തുടച്ചു കളയണം. ഈ പറഞ്ഞ വെള്ളം ഒഴിച്ചാ മതി, വറ്റിച്ചു കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞ് എന്നാ തന്നെ ശുദ്ധിയാവുന്നു. നജസവാവും ഗാനത്തിൽ അറന്നു. ഈ മൂത്രം പോലെയുള്ള നജസായ ഭൂമി ആയിരുന്നാലും സമമാണ്. സ്വൽബത്തൻ ഔ റഹ്വ, നല്ല ഉറച്ച മാർബിൾ ഇട്ടതുപോലെ സിമന്റ് വെച്ചതുപോലത്തെ സ്ഥലമായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ അയഞ്ഞ സ്ഥലമാണെങ്കിലും വേണ്ടിയില്ല. റഹ്വ മയമായ എന്നുള്ള ബിനുസെന്നുള്ള അർത്ഥത്തിനല്ല, പരിക്കനല്ലാത്ത വെള്ളം കീപ്പോട്ട് താന്നു പോകുന്ന ഭൂമി. അങ്ങനെ ഉറച്ചതോ ഇളകിയതോ ആയ ഭൂമിയായിരുന്നാലും നീരായ മൂത്രം, കള്ള് പോലെയുള്ള നജസ്സുകളെ കൊണ്ട് മുത്തനജ്ജിസായാൽ ആ നജസ് തുടച്ചു കളയുകയോ സ്വയം ഉണങ്ങുകയോ ചെയ്താൽ ആ നജസായ സ്ഥലത്ത് മുഴുവനും മൂടുന്ന നിലക്ക് തൊഹൂറായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ സ്ഥലം ശുദ്ധിയായി, വെള്ളം തോഹിറുമാണ്. അപ്പോ പിന്നെ അവിടുന്ന് അത് വടിച്ചു കളയുകയോ വറ്റിക്കുകയോ ചെയ്യണം എന്നില്ല. ഇല്ലാതെ തന്നെ വെള്ളം ഈ സ്ഥലം ശുദ്ധിയായി കഴിയും. അപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ഇഷ്കാലുണ്ടാകുക എന്താ, അപ്പൊ നജസ്സുള്ള സ്ഥലത്തേക്കല്ലേ വെള്ളം പാർന്നത്? അതെ. അപ്പൊ ഈ വെള്ളം എന്തായാലും നജസാവൂല ഉസ്താദേ, ഇല്ലാന്ന്. ഈ വെള്ളം നജസായ പിന്നെ ആ സ്ഥലം ശുദ്ധിയാണെന്ന് നോക്കുകയോ? അത് ഞാൻ സ്വന്തം ഫറയിൽ പറയുന്നുണ്ട്, ഒസാലത്തിന്റെ വിധി. അതായത് നജസ് കഴുകാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ ഹുക്കുമ് വേറെ പറയുന്നുണ്ട്. ഇവിടെ സ്ഥലം ശുദ്ധിയാണെന്ന് വിധിച്ചാൽ ആ ശുദ്ധിയാകാൻ ഉപയോഗിച്ച വെള്ളവും ത്വാഹിറാണ്. ഇതൊക്കെ ഇപ്പൊ വറ്റിപ്പോയോർത്ത കഥ, അല്ലെങ്കിൽ തുടച്ചോർത്ത കഥ. അതേ സമയത്ത് വൈദാ കാനത്തിൽ അർളു, ഭൂമിയായിരുന്നാൽ ലം തതശറബ്, അത് കുടിച്ചിട്ടില്ല എന്നല്ല, വറ്റിച്ചിട്ടില്ല. മാ, ഒരു വസ്തുവിനെ തനജസത്ത്, ആ ഭൂമി നജസായി ബി, ആ ഒരു നജസ് കൊണ്ട്. ഏതൊരു നജസ് കൊണ്ടാണോ ഭൂമി നജസായത്, ആ നജസ് ഭൂമി കുടിച്ചിട്ടില്ല എന്നല്ല, വറ്റിപ്പോയിട്ടില്ല എന്നല്ല, കുട്ടി മൂത്രമൊഴിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. എന്നാ പിന്നെ വെള്ളം കൊണ്ടുപോയി പോരുക? അല്ലല്ല. അങ്ങനെ വരുമ്പോൾ ഫലാബുദ്ധ, കൂടാതെ കഴിയില്ല. മിൻ ഇസാലത്തിൽ ഐനി, ഈ നജസിന്റെ തടി നീക്കൽ കൂടാതെ കഴിയില്ല. എപ്പോ? ഖബല സബ്ബിൽ മാഇൽ ഖലീലി, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്, അലൈഹ, ആ ഭൂമിന്റെ മുകളില്. ശരി, നജസ് തടി അവിടെ ഉണ്ടെങ്കിൽ
അപ്പൊ വേറൊന്നും അറിയണ്ട, കുട്ടി മൂത്രമൊഴിച്ചു, മൂത്രമുള്ള സ്ഥലത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്നോണ്ട് ഒഴിച്ചു, എന്നാ ആകെ നജസ്സാവും. അപ്പൊ പിന്നെന്ത് വേണം? വറ്റിക്കണം. അതിനാണ് നേരത്തെ പറഞ്ഞ ഒന്നിരിക്കൽ ഉണങ്ങണം, അതല്ലെങ്കിൽ തുടച്ചെടുക്കണം, തടി ഇല്ലാണ്ടാകണം. അതിന്റെ നനവിന്റെ പരിശ്രമം മാത്രം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏതുപോലെ തന്നെ കമാലൗക്കാനത്ത് ഈ നജസായതുപോലെ തന്നെ ഫീന ഇൻ ഒരു പാത്രത്തിൽ നജസായി ഇട്ടിക്കോളി. പാത്രത്തിൽ നജസായി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ സാധാരണ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തുന്ന തൊട്ടിലിന്റെ ചോട്ടിൽ ഒരു വട്ടക്കലില്ലേ, കുഞ്ഞു കിടക്കുന്ന തൊട്ടില് കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുമ്പോൾ കാർപ്പറ്റും മറ്റുമൊക്കെ ഇട്ട അകമായിരിക്കും. അപ്പൊ അതിന് മൂത്രാവണ്ട എന്ന നിലക്ക് എന്തു വെക്കും? ഒരു വട്ടപാത്രം വെക്കും തൊട്ടിലിന്റെ താഴെ. എന്നാൽ ആ പാത്രം ശുദ്ധിയാക്കാൻ എന്താ ഇട്ടുക? കുട്ടി കുറച്ച് മൂത്രമൊഴിച്ച് അതിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവയ്ക്കുക അല്ലല്ലോ. മറിച്ച് എന്ത് വേണം? പാത്രത്തിലുള്ള നജസിന്റെ തടി ആദ്യം നീക്കണം. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ തുടച്ച് അതിന്റെ തടി നീങ്ങിപ്പോയതിന് ശേഷം അതിക്ക് വെള്ളം പാരുക, എന്നാ മതി. എന്നതുപോലെ തന്നെ ഭൂമിന്റെ അവസ്ഥയാണ്. ഭൂമിയാണെങ്കിലും പാത്രമാണെങ്കിലും നജസ് ഉള്ള സമയത്ത് ആ നജസിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. 2 കൊല്ലത്തോ അതിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ പകർച്ചില്ലെങ്കിൽ ശുദ്ധിയാവും. പക്ഷേ സാധാരണ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന 2 കൊല്ലത്തോളം ഉണ്ടാവില്ലല്ലോ. ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പാട്ടയിലൊക്കെ അല്ലേ വെള്ളം എടുക്കുക. അങ്ങനെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അത് പാത്രത്തിൽ നജസാണെങ്കിൽ ആ പാത്രത്തിലേക്കും അത് പാരാൻ പാടില്ല. ഭൂമിയിൽ നജസായതാണെങ്കിൽ ആ ഭൂമിയിലേക്കും പാരാൻ പാടില്ല. ആദ്യം എന്ത് വേണം? നജസിന്റെ തടി നീക്കണം. അത് ഉണങ്ങിയിട്ടായാലും വേണ്ടില്ല, തുടച്ചിട്ടായാലും വേണ്ടിയില്ല. എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാന്. ഇതൊക്കെ ഇപ്പോ മൂത്രം പോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള നജസാണെങ്കിലാ. ഇനി നേരെ മറിച്ച് ഖരരൂപത്തിലുള്ള നജസാണെങ്കിലോ, വലൗകാനത്തിൻ നജാസത്തു, ഈ ഭൂമിയിൽ ആയ നജസാണെങ്കിൽ ജാമിദത്തൻ, ഖരരൂപത്തിലുള്ളതാ, ഉറച്ചത, മലം ഒക്കെ പോലെയുള്ള നജസാണ്. ശവം, മലം പോലെയുള്ള തടിയുള്ള വസ്തുവാണ്. വെള്ളം, മൂത്രം, കള്ള് പോലത്തെ വസ്തുവല്ല. എന്നിട്ടോ ഔഹയിലുള്ള താവോണ്ട് കെട്ട് കുടുങ്ങിയെന്നാലും രാജിക്കാം, മുഴുവൻ താവ് തന്നെ. അതിങ്ങട്ട് ആ പറഞ്ഞേക്ക് തന്നെയാണ് ഉടഞ്ഞു ചേർന്ന്. വക്തലത്തത്ത് അതിങ്ങട്ട് കലരുകയും കൂടിക്കലരുകയും ചെയ്തു. ബിത്തുറാബി, മണ്ണുമായിട്ട്. ഭൂമിയിലാണല്ലോ ഇപ്പൊ അതായത്, ഭൂമിയിലാണായത്, ഇളകിയ ഭൂമിയാണ്. എന്നിട്ട് അത് ഇങ്ങോട്ട് കലർന്ന് ഭൂമിയായിട്ട് ഇങ്ങോട്ട് ഇഴകി ചേർന്നാൽ അത് ഇനി കഴുകി ശുദ്ധിയാക്കാൻ കഴിയില്ല. ലമ്യത്തുഹുർ, അത് ശുദ്ധിയാവില്ല, കയ്യാൻ ശുദ്ധിയാവില്ല. കാരണം എന്താ? മണ്ണിന്റെ അംശവും ഈ നജസിന്റെ തടിയും തമ്മിൽ കൂടിക്കലർന്നു കഴിഞ്ഞു. തടിയുള്ള നജസാണ്, ജാമിദാണ്, അവിടെ പ്രശ്നം. അതേ സമയത്ത് നമ്മൾ അകത്ത് കുട്ടി കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. കാരണം എന്താണ്? അത് ആ കാഷ്ടം പൊടിഞ്ഞ് ഭൂമിയുടെ കലരുക എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നില്ല. കാരണം അകം ചുരുങ്ങിയ സിമെന്റ് ഇടുക തന്നെയും ചെയ്യുമല്ലോ. ഇനി സിമെന്റ് ഇടാൻ കഴിയാത്ത പാവങ്ങളാണെന്ന് കൂട്ടിക്കോളി, അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനത്തെ പാവങ്ങളാണെങ്കിലും മണ്ണ് കൊണ്ടോ കരി കൊണ്ടോ ഒക്കെ മെഴുകി ഉറപ്പുള്ള തയ്ക്കാരല്ലോ. അതുകൊണ്ട് കുട്ടി കാഷ്ടിച്ചാൽ ആ കാഷ്ടം അവിടെ നിന്ന് കോരിയെടുത്ത് ആ സ്ഥലം തുടച്ചു വൃത്തിയാക്കിയാൽ മതി. സ്ഥലം തുടച്ചു വൃത്തിയാക്കിയപ്പോ തടി മുഴുവൻ നീങ്ങി, ഇനി അവിടെ വെള്ളം ഒഴിച്ചാൽ മതി. മനസ്സിലായേ? ഇതല്ല പറയുന്നത്, ഇളകിയ മണ്ണ് ഉള്ള സ്ഥലത്താണ്. ആ ഇളകിയ മണ്ണുള്ള സ്ഥലത്ത് കുട്ടി കാഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു എലി എത്തേർന്ന് ചീഞ്ഞു, അത് ആ മണ്ണുമായിട്ട് കൂടിക്കലർന്നാൽ ആ മണ്ണ് ഇനി കഴുകി ശുദ്ധിയാക്കാൻ കഴിയില്ല. കാരണം മണ്ണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ. ഏതുപോലെ തന്നെയൊക്കെ മുഖ്തലിത്തിൻ, ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു ഭൂമി ശുദ്ധിയാക്കാൻ പറ്റാത്തതുപോലെ. എന്തുകൊണ്ട് കലർന്നേ? മുഖ്തലിത്തിൻ ബിനഹ്വി സ്വദീദിൻ, മരിച്ച ആളുകൾ ചീഞ്ഞിട്ട് അതുകൊണ്ട്. സ്വദീദ് കാരണം അവിടെ പണ്ട് പറഞ്ഞ ചോരും നീരും കൂടിയ ആ ദ്രാവകമല്ല പറയുന്നത്, അതാണെങ്കിൽ നീരായതാണ്. ഇതല്ല. മനുഷ്യൻ നമ്മളൊക്കെ ഇപ്പൊ പൗറും അന്തസ്സും കാട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. മരിച്ച് മറമാടി
ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളെ ശരീരങ്ങളൊക്കെ ചീഞ്ഞ് അഴുകി മണ്ണുമായി കൂടിക്കലരുന്നു. അങ്ങനെ മനുഷ്യന്റെ മയ്യത്ത് ശരീരം അഴുകി ദ്രവിച്ച് മണ്ണുമായി കൂടിക്കലർന്നു. ആ മണ്ണ് ഇനി കഴുകി ശുദ്ധിയാക്കാൻ കഴിയില്ല. കാരണം ശരീരത്തിന്റെ ഈ ചീഞ്ഞളിഞ്ഞ നജസായ ഭാഗവും അതുപോലെ മണ്ണും കൂടി കൂടിക്കലർന്നു പോയി. ഇനി അത് വേർതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ സാധനം നജസനെയാണ്. എന്തുകൊണ്ട് ശുദ്ധിയാക്കാൻ കഴിയില്ല എന്ന്? തീരെ ശുദ്ധിയാവില്ല. ബി ഇഫാവത്തിൽ മായി അലൈഹി, ആ ഭൂമിയുടെ മേല് വെള്ളം ഒഴിച്ചുകൊണ്ട് ശുദ്ധിയാക്കാൻ കഴിയില്ല. കാരണം ആ തടിയുള്ള നജസ് ഉടഞ്ഞ് കലർന്ന് ഭൂമിയുമായി കൂടിച്ചേർന്നു പോയി. പിന്നെ എങ്ങനെ ശുദ്ധിയാക്കണം? ബൽ, പക്ഷേ എന്തു വേണം? ലാ ബുദ്ദ മിൻ ഇസാലത്തി ജമീഅ തുറാബി, മുഴുവൻ മണ്ണും നീക്കിക്കളയൽ കൂടാതെ കഴിയില്ല. എങ്ങനത്തെ മണ്ണ്? അൽ മുഖ്തലത്തി ബിഹാ, ഈ നജസുമായി കൂടിക്കലർന്ന മണ്ണ് നീക്കിക്കളയുക. അതേന് പടിയുള്ളൂ. അങ്ങനെ ഇളകിയ മണ്ണിൽ കാഷ്ടം പോലെയുള്ള തടിയുള്ള നജസാവുകയും ആ നജസ് ഉടഞ്ഞ് കലർന്ന് ആ മണ്ണുമായി കൂടിച്ചേരുകയും ചെയ്താൽ അവിടം ഇനി കഴുകി ശുദ്ധിയാക്കാൻ കഴിയില്ല. മറിച്ച് ആ നജസ്സുമായി കൂടിക്കലർന്ന മണ്ണ് അവിടെ നിന്ന് നീക്കിക്കളയുക. അതേ പണിയുള്ളൂ. പിന്നെ ഇനി വേറെ വിഷയം. വാഫ്താബാഹും, ചില ഉലമാക്കന്മാര് ഫത്വ കൊടുത്തിട്ടുണ്ട്. ഫി മുസ്ഹഫിൻ, ഒരു മുസ്ഹഫിന്റെ വിഷയത്തിൽ. മുസ്ഹഫിന് ഫത്വ കൊടുത്തത് നല്ലട്ടാ. ഫത്വ കൊടുത്ത് വേറെ കടലാസിൽ എഴുതിക്കാണ്ട് തന്നെയാണ്. അല്ലാതെ മുസ്ഹഫിന് ഫത്വ കൊടുത്തെന്ന് അർത്ഥം വെക്കണ്ട. ഒരു മുസ്ഹഫിന്റെ വിഷയത്തിൽ ഫത്വ കൊടുത്തു. എങ്ങനത്തെ മുസ്ഹഫാണ്? തനജ്ജസ, ആ മുസ്ഹഫ് നജസായി പോയി. എന്തുകൊണ്ട് നജസായി? ബിഗൈരി മഅഫൂഇൻ അൻഹു, വിടുതി ചെയ്യപ്പെടാത്ത വല്ല നജസ് കൊണ്ടും മുതനജ്ജിസായി പോയി. ഉദാഹരണം, ഒരു കൊതുകിന്റെ രക്തം, ഒരു മൂട്ടയുടെ രക്തം, അതൊക്കെ നജസ് തന്നെയാണ്. പക്ഷേ കൊതുകിന്റെ രക്തം, മൂട്ടയുടെ രക്തം പോലെയുള്ള, അതുപോലെ തന്നെ സ്വന്തം രക്തം പോലത്തെ കുറച്ചൊക്കെ ആണെങ്കിൽ അഫു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയല്ലാത്ത അഫു ചെയ്യപ്പെടാത്ത നജസുകളിൽപ്പെട്ട ഒരു നജസ് കൊണ്ട് ഒരു മുസ്ഹഫ് ഷരീഫ് നജസായാൽ ആ വിഷയത്തിൽ ഫത്വ കൊടുത്തത് ബി വുജൂബി ഗസ്ലിഹി, ആ മുസ്ഹഫ് കഴുകൽ നിർബന്ധമാകുന്നു എന്ന്. അഫു ചെയ്യപ്പെടാത്ത നജസ് കൊണ്ട് ഒരു മുസ്ഹഫ് ഖുർആൻ ഷരീഫ് നജസായാൽ അവിടം കഴുകൽ വുജൂബാണ്. ഇനിയിപ്പോ മുസ്ഹഫിന് തന്നെ അത് നിയമമാണെങ്കിൽ മുസ്ഹഫ് പോലെ തന്നെ ഹദീസിന്റെ കിതാബ്, അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ കിതാബ് തുടങ്ങിയിട്ട് ശറഈയ ഉലൂമുകളിൽ എഴുതപ്പെട്ട കിതാബും ഒക്കെ ഇത് തന്നെയാണ് നില. മനസ്സിലായില്ലേ? സംഗതി ഇങ്ങനെ കഴിയാൽ ഇപ്പത്തെ അച്ചടിക്കുന്ന മുസ്ഹഫാണെങ്കിൽ ഛർദ്ദിച്ച് കഴിയാൻ വലിയ കുഴപ്പമൊന്നും വരൂല. മുമ്പ് കാലത്ത് മുസ്ഹഫ് അല്ല എല്ലാ കിതാബും ഈ അരി വറുത്ത് കരിച്ചിട്ട് ചിലര് പുളിങ്ങാക്കുരു കൂട്ടും. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ പുളിങ്ങാക്കുരും നല്ലോണം വറുത്ത് കരിക്കും. കരിച്ച് കഴിഞ്ഞിട്ട് അത് നല്ലോണം പൊടിക്കും. ഈ പൊടിയാക്കിയിട്ട് അത് പശയുള്ള വല്ല വസ്തുവും കൂടി കൂട്ടും. പുളിങ്ങാക്കുരുവാകുമ്പോ അതിന് തന്നെ ചെറിയൊരു പശ ഉണ്ട്. അരി ആവുമ്പോ പശക്ക് വേണ്ടി വേറെ എന്തെങ്കിലും കൂട്ടും. എന്നിട്ട് അത് കലക്കുക. ഈ കലക്കിയ അതാണ് മഷി. അതൊരു ഭരണിയിലാക്കി ഇത് പെട്ടെന്ന് വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു തുണിക്കഷ്ണം ഇട്ട് എന്നിട്ടൊരു മുളയോ മറ്റോ കൂർപ്പിച്ച് പേനയാക്കിയിട്ട് അതുകൊണ്ട് എഴുതലാണ്. അല്ലാതെ വഴി അന്നില്ല. അന്നൊന്നും ഈ പ്രിന്റിംഗ് പ്രസ് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ എഴുതിയ മുസ്ഹഫ് ആവുമ്പോൾ വെള്ളം നനഞ്ഞാൽ പലപ്പോഴും അത് എഴുത്ത് നശിച്ചു പോവും. താന്ന കടലാസാണെങ്കിൽ കടലാസിന്റെ കേടിരും. അപ്പൊ മുസ്ഹഫ് നഷ്ടപ്പെടുമല്ലോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അദ്ദാ, ഈ കഴുകൽ എത്തിച്ചാലും കൂട്ടിയാലും ശരിയില്ലാത്ത ലഫിഹി, ആ മുസ്ഹഫ് നശിക്കുന്നതിലേക്ക് കൂട്ടിയാലും പോലും അഫു ചെയ്യപ്പെടാത്ത നജസ് കൊണ്ട് മുസ്ഹഫ് പോലെയുള്ളത് നജസായാൽ അത് കഴുകൽ നിർബന്ധമാണ് എന്ന് ചില മഹാന്മാരായ ഇമാമിങ്ങൾ ഫത്വ ചെയ്തിട്ടുണ്ട്. വഇൻ കാന ലിയതീമിൻ, യഥാർത്ഥത്തിൽ ഇങ്ങനെ കഴുകുന്നത് നജസായ മുസ്ഹഫ് ഒരു യത്തീം കുട്ടിന്റെ മുതലാ.
കഴുകിയാൽ ഒരു പക്ഷേ അത് നശിച്ചു പോകാൻ ഇടയുണ്ട്. അപ്പൊ യത്തീം കുട്ടികളുടെ മുതല് നശിപ്പിക്കൽ തീ തിന്നുന്നതിന് തുല്യാണെന്നാണല്ലോ. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അത് തിന്നുന്നത് മാത്രമല്ല, യത്തീം കുട്ടികളുടെ ധനം ഏത് നിലക്ക് അപഹരിക്കുന്നതിനും നരകം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പക്ഷെ ദുൽമായിട്ടാണെങ്കിലാണ് ഇത് ദുൽമിൽ പെടൂല. കാരണം എന്താ? മുങ്കറിന്റെ സ്ഥലത്താണ്. മഅറൂഫ് കൊണ്ടുള്ള കൽപ്പനയും മുങ്കർ കൊണ്ടുള്ള വിരോധവും ഫമനിസ്തതാഅമിൻകും ഫമൻ റഅ മിൻകും മുങ്കറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി എന്ന് പറഞ്ഞപ്പെട്ടതാണ്. ഒരു കുറ്റകരമായ ചീത്തയായ ഒരു കാര്യം കണ്ടാൽ സാധിക്കുന്നവർ പ്രവൃത്തിയിലൂടെ തടയണം. ഇപ്പൊ ഖുർആൻ ശരീഫ് പോലെയുള്ള ശർഈയായ ഉലൂമുകൾ എഴുതപ്പെട്ട ഒന്നിൽ അഫു ചെയ്യപ്പെടാത്ത നജസായാൽ, അഫു ചെയ്യപ്പെടുന്ന നജസാണെങ്കിൽ സാരമില്ല, അഫു ചെയ്യപ്പെടാത്ത നജസാണെങ്കിൽ അത് നീക്കണം. അത് മുങ്കർ നൈസാലത്ത് ചെയ്യാന്ന് പറഞ്ഞതാ. അത് അള്ളാഹുവിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്. അവിടെ ഒരു വേള നശിക്കാതിരിക്കാൻ ശ്രമിക്കുക. നശിച്ചു എന്നാൽ പോലും അത് കഴുകൽ നിർബന്ധമാണ് എന്ന് ഇങ്ങനൊരു ഫത്വ. എന്നാൽ ഖാല ശൈഖുന, ഈ ഫത്വയെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, വയതഅയ്യനു ഫർളുഹു, ഈ പറയുന്ന വിധി ഹുക്മ് അതിനെ സങ്കല്പിക്കേണ്ടത് അനിവാര്യമാണ്. എവിടെയാണെന്ന്? ഫീമാ ഇദാ മസ്സത്തിൻ നജാസത്തു, ഈ നജസ് സ്പർശിച്ചെങ്കിലാണ് ഷൈഅൻ മിനൽ ഖുർആൻ, ഖുർആൻ എഴുതിയ സ്ഥലത്ത് നജസായിണെങ്കിലാണ് കേടുവരും എന്ന് കണ്ടാലും അത് കഴുകി കളഞ്ഞു കൊള്ളണം എന്ന നിയമം. ബിഖിലാഫി മാ ഇദാ കാനത്ത്, ഈ നജസാണെങ്കിൽ ഉള്ള ഒരു രൂപത്തിനെതിരെ ഫീ ലഹ്വിൽ ജിൽദി, അതിന്റെ ചട്ട പോലത്തെ സ്വൽത്തോ അവിൽ ഹവാഷി അല്ലെങ്കിൽ എത്തില്ലാത്തതിന്റെ വക്കത്തൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന നിർബന്ധം നാശം വരികയാണെങ്കിൽ വേണം എന്ന് വരില്ല. അതേ സമയത്ത് ഖുർആനിന്റെ എഴുതിയ കലിമാത്തുകളിലായിട്ടുണ്ടെങ്കിൽ അത് നീക്കിയേ പറ്റൂ. മുസ്ഹഫ് എന്ന് പറയുമ്പം മൊത്തത്തിൽ പറയുന്ന പേരാണല്ലോ. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചട്ടയും അതിന്റെ എഴുത്തില്ലാത്ത ഭാഗവും എഴുതപ്പെട്ടതും മൊത്തം കൊടുത്ത ആ കിതാബിൽ പറയുന്ന പേരാണ് മുസ്ഹഫ്. അപ്പൊ മുസ്ഹഫിലായാൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ എഴുതിയോർത്തായാൽ ഈ പറഞ്ഞ നിലക്ക് അത് നീക്കി കളയണം എന്ന്. ഓക്കെ, ഇനി നജസ് ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളത്തിന്റെ വിധി എന്താണ്? ഏത് നജസാണെങ്കിലും നജസ് 3 ജാതിന്റെ 2 പറഞ്ഞു. ഒന്ന് പണ്ട് ഉംദ കിതാബ് ഓതിയപ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ പണ്ട് ഖുലാസ് ഓതിയപ്പോഴോ ഒക്കെ പഠിച്ചുകൊണ്ട് കണ്ടുപിടിച്ചോളണം. ഇവിടെ ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ റളിയല്ലാഹു തആല അൻഹു മൂപ്പര് അത് പറഞ്ഞിട്ടില്ല. മുഖഫഫായ നജസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. മറിച്ച് മുതവസ്സിത്തായ നജസിനെ ശുദ്ധിയാക്കുന്ന വിധിയും മുഗല്ലളായ നജസിനെ ശുദ്ധിയാക്കുന്ന വിധിയും അത് രണ്ടും ഇപ്പൊ പറഞ്ഞുള്ളൂ. മറ്റേ നമ്മൾ കൂട്ടിക്കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്. 2 വയസ്സ് തികയാത്ത ഭക്ഷണമായിട്ട് മുലപ്പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത ആൺകുഞ്ഞിന്റെ മൂത്രം, അതിനാണ് ഇപ്പൊ മുഖഫഫായ നജസ് എന്ന് പറയുന്നത്. അപ്പൊ പെൺകുഞ്ഞിന്റെ നജസ് ജനിച്ച അന്ന് തന്നെയാണെങ്കിലും മുഖഫഫായ നജസല്ല, സാധാരണ മനുഷ്യന്മാരുടെ മൂത്രം പോലെ നജസാണ്. ആൺകുഞ്ഞിന്റെ നജസ് മൂത്രം തന്നെ 2 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോഴും ഉമ്മാന്റെ അമ്മിഞ്ഞ പാലല്ലാതെ ഒന്നും ആ കുഞ്ഞ് കഴിക്കുന്നില്ല. എന്നാലും 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നജസിന്റെ വിധി വന്നു. ഇനി 6 മാസേ ആയിട്ടുള്ളൂ കുഞ്ഞിന്. പക്ഷേ അപ്പോഴേക്കന്നെ കുട്ടിക്ക് എന്ത് കൊടുക്കാൻ തുടങ്ങിയെന്ന്? ബേബി ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും സാധാരണ മനുഷ്യന്മാരെ മൂത്രം പോലെ തന്നെ കഴുകിക്കൊള്ളണം. അപ്പൊ ആൺകുഞ്ഞിൻ്റെതാണ്, 2 വയസ്സ് തികഞ്ഞിട്ടില്ല, ഭക്ഷണമായിട്ട് പാലല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആൺകുഞ്ഞുങ്ങളുടെ മൂത്രം മുഖഫഫായ നജസാണ്. അപ്പൊ എന്താ അങ്ങക്ക് അതിലൊരു വർഗീയത? പെൺകുട്ടിൻ്റെതാണെങ്കിൽ ജനിച്ച അന്ന് തന്നെ മൂത്രം സാധാരണ നജസാണ്, കഴുകി തന്നെ വേണം. ആൺകുട്ടികൾക്ക് 2 കൊല്ലം വരെ ഒരു ഇളവെന്താ? അത്
ഈ സ്ത്രീപക്ഷപാതികൾ പറയുമ്പോൾ കിതാബൊക്കെ ഉണ്ടാക്കുന്നത് ആണുങ്ങളല്ലേ, അപ്പൊ ഓൾക്ക് ഒപ്പിച്ച് മസാല പറയാണ്. അങ്ങനെയല്ല, മറിച്ച് അത് ഇന്നത്തെ ശാസ്ത്രലോകം അത് തെളിയിച്ചു കഴിഞ്ഞു. ഒരു ചെറിയ ഇന്ന് പ്രസവിച്ച ഒരു പെൺകുഞ്ഞാണെങ്കിൽ പോലും ആ പെൺകുഞ്ഞിന്റെ മൂത്രം ലാബിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തികഞ്ഞ ഒരു മനുഷ്യന്റെ മൂത്രത്തിലുള്ള എല്ലാ അംശങ്ങളും ഈ കൊച്ചു പൈതലാവുന്ന പെൺകുഞ്ഞിന്റെ മൂത്രത്തിൽ കാണാനാവും. നേരെ മറിച്ച് ഭക്ഷണമായി പാല് മാത്രം കഴിച്ച 6 മാസം 3 മാസം 1 കൊല്ലം ഒക്കെ ആയ ചെറിയ പൈതലായിരുന്ന ആൺകുഞ്ഞിന്റെ മൂത്രം ലാബിൽ പരിശോധിച്ചാൽ ആ മൂത്രം ഏകദേശം ശുദ്ധജലത്തോട് വളരെ സാമ്യമുള്ളതായി, അതിലുള്ള അണുക്കളുടെ അംശം വളരെ കുറഞ്ഞതായും കാണും. ഇതിന്ന് ലാബ് ടെസ്റ്റിൽ വ്യക്തമായ റിസൾട്ടാണ്, ആൺകുട്ടിയുടെ മൂത്രവും പെൺകുട്ടിയുടെ. ഇനി അത് മാത്രമല്ല, ഒരു സ്ത്രീ കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ചപ്പോൾ ഒരു ആൺകുട്ടിയെ ആയിരുന്നു പ്രസവിച്ചിരുന്നത്. ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഉമ്മയുടെ മാറിടത്തിൽ കൊടുത്ത മുലപ്പാൽ എടുത്ത് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് അവിടെ സൂക്ഷിച്ചു വെക്കുക. പിന്നീട് രണ്ടാമത് ഇപ്പോൾ ആ ഉമ്മ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. ഇപ്പോൾ ആ ഉമ്മയുടെ മുലപ്പാലിൽ എടുത്ത് ടെസ്റ്റ് അതേ ലാബിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അതിന്റെ പോഷക മൂല്യങ്ങളും മറ്റും രണ്ടും വ്യക്തമായ വ്യത്യാസം കാണിക്കും. പെൺകുഞ്ഞിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മക്ക് അല്ലാഹു തആല നൽകിയ പാല് അതേ ഉമ്മക്ക് തന്നെ ആൺകുഞ്ഞിന് നൽകാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൊടുത്ത പാല്, ഈ രണ്ടും ലാബ് ടെസ്റ്റിൽ വ്യത്യാസമായി കാണുന്നു. എന്നതുപോലെ തന്നെ ഈ കുട്ടികളുടെ മൂത്രത്തിലും വ്യക്തമായ വ്യത്യാസം ലാബിൽ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം മഹാന്മാരായ ഉലമാക്കള് പച്ചവെള്ളത്തിനോട് വളരെയേറെ സാമ്യമുള്ള വസ്തുവാണ് ഇങ്ങനെ പാല് മാത്രം കഴിക്കുന്ന വളരെ ചെറിയ പൈതലാവുന്ന ആൺകുട്ടിയുടെ മൂത്രം എന്നതുകൊണ്ട് ലഘുവായ നജസ് എന്നൊരു കാറ്റഗറി പ്രത്യേകം എടുത്ത് അത് മറ്റ് നജസ് കഴുകുന്നത് പോലെ കഴുകിക്കളഞ്ഞുകൊള്ളണമെന്നില്ല. മൂത്രം ഉണങ്ങി തടിയില്ലാതായാൽ അതിന്റെ മേളിൽ എല്ലാം നനയാൻ മാത്രം ഒന്ന് വെള്ളം കുടഞ്ഞാ മതി, വെള്ളം ഒലിച്ചു കൊള്ളണമെന്നില്ല. കൊടയലും നനയലും തമ്മിലുള്ള വ്യത്യാസം, കൊടയുമ്പോൾ വെള്ളം നനഞ്ഞാൽ മതി, കഴുകുമ്പോൾ വെള്ളം ഒലിക്കണം. ഒലിച്ചാൽ അതിന് കഴുകാന്നാ പറയാം. ഒലിക്കുക അത് നനഞ്ഞിട്ട് മാത്രമേ ഉള്ളൂങ്കിൽ അതിന് നനക്കുക എന്നാ പറയാം. അപ്പൊ അങ്ങനെ വെള്ളം കുടഞ്ഞ് നനച്ചാൽ മതി. പക്ഷെ അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണേ, ചെറിയ കുഞ്ഞ് മൂത്രമൊഴിച്ചാൽ ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് കുറച്ച് വെള്ളവും കുടഞ്ഞു കൊടുത്താൽ ആകെ ഒരു ഭാഗ്യാവും. പിന്നെ അത് കഴുകല്ലാതെ വയറിന് നിവൃത്തി ഉണ്ടാവില്ല. മറിച്ച് ആ സ്ഥലം ഒരുപക്ഷെ സ്വയം ഉണങ്ങണം, അതല്ലെങ്കിൽ അവിടെ തുടച്ച് കളഞ്ഞ് അതിന്റെ അടയാളം മാത്രം അവശേഷിക്കുന്ന സമയത്ത് അവിടെ വെള്ളം കുടഞ്ഞാൽ മതി എന്നാ പറഞ്ഞു. അല്ലാതെ മൂത്രമൊഴിച്ചതിന് മുകളിൽ കുറച്ച് വെള്ളം കുടഞ്ഞാൽ നല്ല കണക്കാവും. ഇനി ഈ നജസ് കഴുകാൻ ഉപയോഗിച്ച വെള്ളം, അതിന്റെ വിധി എന്താ? ഉദാഹരണം, ഒരു പാത്രത്തിൽ നായ തലട്ടിയിരുന്നു. ആ തലട്ട പാത്രം കഴുകണമെങ്കിൽ 7 വട്ടം കഴുകണമല്ലോ, ഒരു പ്രാവശ്യം മണ്ണ് വെള്ളം വേണം. അങ്ങനെ ഒന്ന് നല്ലോണം സൂക്ഷിച്ച് കഴുകി അഴിമെത്തുക്കൊന്നും ആയില്ല. രണ്ടാമത്തെ വട്ടം കഴുകുമ്പോൾ ഒന്ന് നല്ലോണം വെള്ളം എന്താക്കി ഒന്ന് ചുഴറ്റി, ആ ചുഴറ്റിയ സമയത്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മളെ കാലിമക്കായി അല്ലെങ്കിൽ ഉടുത്ത തുണിക്കായി. എന്നഞ്ഞിപ്പോ എന്താ കാട്ടുക? അതല്ലെങ്കിൽ മൂത്രമൊഴിച്ച് മനേരിക്കുമ്പോ ആ മനോഹരം ചെയ്യുന്ന വെള്ളത്തിൽ നിന്നിട്ട് 1-2 തുള്ളി നമ്മുടെ ദേഹത്തിലേക്കായി, അതല്ലെങ്കിൽ കാഷ്ടിച്ച് മനോഹരം ചെയ്യുന്ന സമയത്ത് അതിന്റെ 1-2 തുള്ളി വെള്ളം നമ്മുടെ വസ്ത്രത്തിക്കോ ശരീരത്തിക്കോ ആയി. എന്നാൽ ഈ വെള്ളത്തിന്റെ വിധി എന്താണ്? അത് നല്ലൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. ഫറോൻ ഉസാലത്തുൽ മുതനജ്ജിസി, നജസായ വസ്തുവിനെ കഴുകാൻ ഉപയോഗിച്ച വെള്ളം. ഉസാല എന്ന് പറഞ്ഞാൽ കഴുകി കഴിഞ്ഞ വെള്ളം, ആ കഴുകാൻ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നർത്ഥം.
ഈ മുത്തനജിസ് എന്ന് പറയുമ്പോൾ അഫുവൻ അൻഹു, വിടുതി ചെയ്യപ്പെടുന്ന നജസ് കൊണ്ട് മുത്തനജിസായ വസ്തു കഴുകിയാലും സംഗതി നിയമം ഒന്ന് തന്നെ. കഴുകണം നിർബന്ധമില്ല എന്നല്ലാതെ കഴുകിയ വിധിയൊക്കെ എല്ലാ നജസ് കഴുകിയ വിധിയും ഒന്ന് തന്നെ. അങ്ങനെ മഫൂവിന് ഇതുപോലെ അതിന്റെ ഉദാഹരണം കദമിൻ ഖലീലിൻ, കുറഞ്ഞ രക്തം. കുറഞ്ഞ രക്തം അഫു ചെയ്യപ്പെടുമല്ലോ, ദേഹത്തിലായാലും അഫു ചെയ്യപ്പെടും, വസ്ത്രത്തിലായാലും അഫു ചെയ്യപ്പെടും. അങ്ങനെയുള്ള അഫു ചെയ്യപ്പെടുന്ന അല്പം രക്തം പോലെയുള്ള അഫു ചെയ്യപ്പെടുന്ന നജസ് കഴുകപ്പെട്ടതാവട്ടെ, അല്ലാത്ത സാധാരണ മലം മൂത്രം രക്തം പോലത്തത് ശുദ്ധിയാക്കിയ വെള്ളമാവട്ടെ, അതല്ലെങ്കിൽ നായ പന്നി എന്നിവ കൊണ്ട് നജസായ ഒല്ലുള്ള നജസ് കൊണ്ട് മുത്തനജസായത് ശുദ്ധിയാക്കിയതാവട്ടെ, ഏതായാലും നജസിനെ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കപ്പെട്ട ആ വെള്ളം ഇനി ഫസലത്ത്, ഈ നജസായ സ്ഥലത്തിൽ നിന്നും വേർപിരിഞ്ഞു, എന്നാൽ അവിടുന്ന് ഒഴുകിപ്പോന്നു അല്ലെങ്കിൽ തെറിച്ചു പോന്നു. എങ്ങനെ വഖസാലത്തിൽ ഐനു, ഈ നജസിന്റെ തടി നീങ്ങിക്കഴിഞ്ഞു, ശുദ്ധിയായിരുന്നു. വസിഫാത്തുഹ, അതിന്റെ നിറം മണം രുചി, അതന്നെ തടി നീങ്ങാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഒന്ന് വിശദീകരിച്ചതാ. അഥവാ നജസ് കഴുകിയപ്പോ ഇതിന്റെ നിറവും മണവും രുചിയും ഒക്കെ നീങ്ങിയാണ്, അപ്പൊ നജസ് നീങ്ങിയാണ്. പക്ഷെ അതിൽ നിന്നിട്ട് പുറത്തൊലിച്ച വെള്ളം, ആ വെള്ളം വലം തത്തയ്യർ, വെള്ളത്തിന് പകർച്ച വന്നിട്ടുമില്ല. അങ്ങനെ ഉണ്ടാവും, അത് കുറച്ച് ശ്രദ്ധിക്കണം. നല്ല ചെറിയ തോതിലുണ്ട്, അതിനെ നജസാന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കടും കളറുള്ളൊരു നജസായിരുന്നു, അത് കഴുകിയപ്പോ ഈ നജസിന്റെ നിറം ഈ വെള്ളത്തിലേക്ക് അല്പം കലർന്നിട്ടുണ്ട്, വെള്ളത്തിന്റെ നിറം മാറ്റം, പിന്നെ അത് നജസിനെ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കടുത്ത രുചിയുള്ള വല്ല നജസുമായിരുന്നു, അത് കഴുകിയപ്പോ ആ രുചിയുടെ ചെറിയൊരു അംശം ഈ വെള്ളത്തിലേക്ക് വന്നു. അങ്ങനെ നിറമോ വാസനയോ രുചിയോ മാറിയാൽ പിന്നെ അതിന്റെ വിധി വേറെയാണ്. അങ്ങനെയൊന്നും മാറിയിട്ടില്ല, കഴുകപ്പെട്ട വെള്ളത്തിന്റെ നിറമോ മണോ രുചിയോ ഒന്നും മാറിയിട്ടില്ല. പിന്നെ വലം യസിദ് വസ്നുഹ, ആ വെള്ളത്തിന്റെ തൂക്കം ഏറിയിട്ടുമില്ല. അതൊരു വല്ലാത്ത മസല തന്നെ. ഇപ്പൊ പറ്റും, ഇപ്പൊക്കെ കമ്പ്യൂട്ടർ ടെസ്റ്റിൽ നിലനിൽക്കുന്ന കാലല്ലേ. അപ്പൊ എത്ര സീറോ കഴിഞ്ഞിട്ട് പിന്നെ പോയിന്റിന്റെ അപ്പുറത്ത് ഉണ്ടായാലും അതും തൂക്കാനും അളക്കാനും പറ്റുന്ന കാലാണ്. പണ്ട് കാലത്ത് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ച സൂക്ഷ്മമായ ഓരോ പ്രയോഗം നോക്കണം നിങ്ങൾ. അന്നതൊക്കെ തഖ്ദീരിയായിട്ട് കണക്കാക്കണം എന്നാണ് ഉലമാ പറയാം. ഇപ്പൊ തഖ്ദീരിയാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴതൊക്കെ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റിന് വിധേയമാക്കിയാൽ വളരെ കൃത്യമായി കണക്ക് കിട്ടും. അപ്പൊ അന്നേക്കും പറ്റുന്ന കോലത്തിലാണ്. അന്ന് തന്നെ അക്കാലത്തിൽ എന്തു വേണം, മൈനസും പ്ലസും രണ്ടും കൂട്ടണം, എന്നിട്ട് ടോട്ടൽ ചെയ്തിട്ട് ആകെ വരുന്ന ഉത്തരത്തിലാണ് ഏറിയണോ കുറയില്ലേന്ന് തീരുമാനിക്കുക. എന്ന് പറഞ്ഞാൽ ബാരി മായോഹുമിനൽമായി, വസ്ത്രം നല്ല വസ്ത്രം കഴുകുകയാണെങ്കിൽ നജസിന് കഴുകാൻ ഉപയോഗിച്ച ആ സ്ഥലത്ത് എത്ര മില്ലി വെള്ളം പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, അതിനെ നേരത്തെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നിട്ട് മൈനസ് ചെയ്യണം. പിന്നെ വൽ മാഉ മിനൽ വസഖി, ഈ സ്ഥലത്ത് കഴുകാൻ ഉപയോഗിച്ച സ്ഥലത്തുണ്ടായിരുന്ന അഴുക്ക് ഈ വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് കൂടുന്നതിനെ പ്ലസ് ചെയ്യുകയും വേണം. എന്നിട്ട് ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന ഉത്തരം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടിയിട്ടില്ലെങ്കിൽ, വല്ലാത്തൊരു കണക്ക് തന്നെയാണ്. അതായത് 100 ഗ്രാം വെള്ളം ഉപയോഗിച്ചു, കൃത്യമായ 100 ഗ്രാം വെള്ളം. ആ വെള്ളം ഉപയോഗിച്ച് കഴുകി ഒരു നശായ സ്ഥലം. വെള്ളം നോക്കുമ്പോൾ നിറം മണം രുചിയൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഇപ്പോ തൂക്കി നോക്കുമ്പോ എത്ര ഉണ്ടത്? 95 മില്ലി ഉണ്ട്. അപ്പൊ 5 കുറവാണല്ലോ. അപ്പൊ അതിനിവിടെ കണക്കൂട്ടണ്ട എങ്ങനെയെന്ന് വെച്ചാല്, ഈ സ്ഥലത്ത്, ഈ കഴുകിയ സ്ഥലത്ത് 10 മില്ലി പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ 100 നിന്നിട്ട് 10 എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അപ്പൊ 90 ആയി ഉള്ളത്. പിന്നെ
പിന്നെ അവിടെ ഉണ്ടായിരുന്ന പൊടിയും ചളിയും മഴുക്കും ഒക്കെ ഇതിൽ കൂടിയിട്ടുണ്ടാവും. അതെത്ര ഉണ്ട്? അത് ഒരു 4 മില്ലി കൂട്ട. 4 മില്ലി കൂട്ട. അപ്പോ 94 ആയിപ്പോ. അങ്ങനെ 10 കുറഞ്ഞ് 4 കൂടും ചെയ്ത് അങ്ങനെ 94 തൂക്കി നോക്കുമ്പോ 95 മില്ലി കാണാനുണ്ട്. കഴുകിയ വെള്ളപ്പം നോക്കുമ്പോ 95 മില്ലി ഉണ്ട്. അപ്പൊ 1 മില്ലി കൂടിയാണ്. ജനങ്ങൾ കണക്ക് 1 മില്ലി കൂടിയാണ്. എന്താ 1 മില്ലി കൂടിയത് നജസിന്റെ അംശമാണ്. അത്ര സൂക്ഷ്മമായി. അതാണ് മസാല എന്നറിയുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ ഒക്കെ പുറമെ മഹല്ലു, സ്ഥലം ശുദ്ധിയാണെന്ന ഹുക്കുമ് വരികയും വേണം. എന്ന് പറഞ്ഞാൽ കഴുകപ്പെട്ട സ്ഥലം നിറം, മണം, രുചി തുടങ്ങിയ നജസിന്റെ തടിയും ഗുണവും നീങ്ങിയിരിക്കണം. നജസിന്റെ തടിയും ഗുണവും നീങ്ങി ആ സ്ഥലം ശുദ്ധിയാണെന്ന് ഹുക്കുമ് വന്നു. വെള്ളം, അതിൽ പറ്റിപ്പിടിച്ച വെള്ളം മൈനസ് ചെയ്യുകയും കൂടിയ മണ്ണും പൊടിയും പോലത്തത് ഇതില് പ്ലസ് ചെയ്യുകയും ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ കൃത്യം 94 മില്ലി കണക്കായിട്ടാണ്. എന്നാൽ ആ ഒസാലത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ മുത്താന്റെ ഖബർ ഇനി ഇവിടെ വരിക. ഒസാലത്തുൽ മുതനജ്ജിസി, നജസ് കഴുകാൻ ഉപയോഗിച്ച വെള്ളം ഈ പറയുന്ന നിബന്ധനയ്ക്ക് ഒത്താൽ ത്വാഹിറത്തുൻ, ത്വാഹിറ. പണ്ട് തൊഹൂറ, ഇനി അത് മനസ്സിലാക്കണം ട്ടാ. പണ്ട് ഇത് തൊഹൂറായിരുന്നു. വേറെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ളതായിരുന്നു. ഇപ്പോൾ നജസ് കഴുകാൻ ഉപയോഗിച്ചപ്പോ നജസ് ശുദ്ധിയായി, ആ സ്ഥലം ശുദ്ധിയായിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഗുണവ്യത്യാസങ്ങൾ, നിറം, മണം, രുചി പോലത്തെ ഒന്നും മാറിയിട്ടില്ല. ആ സ്ഥലത്ത് പിടിച്ച വെള്ളവും ഇങ്ങോട്ട് കൂടിയ അഴുക്കും കൂട്ടിക്കീച്ചാൽ വരുന്ന ഉത്തരത്തിൽ ഏറ്റക്കുറവ് വന്നിട്ടില്ല, കൃത്യമാണ് എങ്കിൽ ഈ വെള്ളം ത്വാഹിറാൻ. ത്വാഹിറാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇനി വേറൊന്നും കഴുകാൻ പറ്റൂല. 2 കൊല്ലത്ത് തഴഞ്ഞാ പറ്റും, ഇല്ലെങ്കിൽ പറ്റൂല. എന്നാൽ ശരീരത്തിലോ വസ്ത്രത്തോടോ ആയിട്ടുണ്ടെങ്കിൽ കഴുകേണ്ടതില്ല. തൊഹൂർ എന്ന ഹുക്കുമ പോയി ത്വാഹിറായി. കാരണം എന്താ? മുസ്താമലാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, മുസ്താമൽ എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധി ഉയർത്തുന്ന, അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്ന, അല്ലെങ്കിൽ നജസ് ഉയർത്തുന്ന ഫർദിൽ ഉപയോഗിക്കപ്പെട്ടതാ. അപ്പൊ നജസിനെ ഉയർത്തുന്ന ഫർദിൽ ഉപയോഗപ്പെട്ടതായതുകൊണ്ട് വെള്ളം ത്വാഹിറാണ്, എന്തല്ല തൊഹൂറല്ല. അത് 2 കൊല്ലത്തുണ്ടെങ്കിൽ തൊഹൂറാവും, ഇല്ലെങ്കിൽ ത്വാഹിറാണ്. ദേഹത്തിലോ വസ്ത്രത്തിലോ മറ്റെവിടെയും ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനൊരു ഇഷ്കാലി, ഇപ്പൊ ഞമ്മക്ക് പ്രശ്നമില്ല. എവിടെങ്കിലും ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൃത്യമായ കണക്കെടുക്കുകയോ ഒക്കെ ചെയ്യാൻ സൗകര്യമുണ്ട്. അതൊന്നുമില്ലാത്ത അക്കാലത്ത് എങ്ങനെ മൗലിയാരെ തിരിയാൻ? അതിന് കാല ശൈഖുന, ബഹുമാനപ്പെട്ട ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, വയദ്ഹറു, ഇവിടെ എല്ലാവർക്കും തിരിയുന്ന പ്രത്യക്ഷമായ കാര്യമാണ്, അൽ ഇക്തിഫാഉ ഫീഹിബ, ഈ വെള്ളം ശരി ഇത് അങ്ങോട്ട് പിടിക്കുന്നതും വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് കൂടുന്നതിലും മതിയാകും. യഖീൻ വേണം എന്നില്ല. കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. അതൊക്കെ മിക്കവാറും ധാരണയുണ്ടായാൽ മതി എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അതിനിപ്പോ എന്ത് തിരിഞ്ഞു? നായ തൊട്ട പാത്രം കഴുകുന്ന സമയത്ത് അതിന്ന് 1ാമത്തെ കഴുകലിൽ നിന്നിട്ടുള്ള വെള്ളമാണ് നമ്മുടെ ദേഹത്തിലേക്കോ വസ്ത്രത്തിലേക്കോ തെറിച്ചത്. നേരത്തെ പറഞ്ഞേക്ക് ആവണം. നിറം, മണം, രുചി പോലത്തത് പകർച്ചയാവാത്ത ആണെങ്കിൽ ഈ ആയ സ്ഥലം 6 വട്ടം കഴുകണം. അല്ല, 2ാമത്തെ വട്ടത്തെ കഴുകുമ്പോഴാണ് തെറിച്ചതെങ്കിലോ പിന്നെ 5 വട്ടം കഴുകണം. കാരണം ആ സ്ഥലത്തിന്റെ ഹുക്കുമാണ്. നജസ് കഴുകപ്പെട്ട ആ സ്ഥലം ഉണ്ടല്ലോ, അതിന് ഹുക്കുമാ. അത് ത്വാഹിറാണെന്ന് വന്നാൽ വെള്ളം ത്വാഹിറാൻ, അത് മുത്തനജിസാണെന്ന് വന്നാൽ ഇത് മുത്തനജിസാ. കാരണം നായ തൊട്ട് 7 വട്ടം കഴുകണല്ലോ.
ആ ഒരിക്കൽ കഴിയാലും രണ്ടട്ടം കഴിയാലും മൂന്നട്ടം കഴിയാലും നാലട്ടം കഴിയാലും ഒക്കെ ആ സ്ഥലം നജസ് കൊണ്ടുള്ള ഹുക്കുമന്നെ തയ്യാറായിട്ടില്ല. അപ്പൊ പിന്നെ അതിന്റെ ശേഷം എത്ര പ്രാവശ്യം കഴുകണം? ആ സ്ഥലം അത്ര പ്രാവശ്യം ഈ വസ്ത്രവും ശരീരവും അതും കഴുകണം. നേരെ നായ തൊട്ട ഒരു തുണി അതല്ലെങ്കിൽ ഒരു പാത്രം, നായ തലയിട്ടൊരു പാത്രം കഴുകുന്ന സമയത്ത് നല്ലോണം സൂക്ഷിച്ച് കഴുകുക. ഒന്ന് കഴുകി എവിടെ ആകാതെ ഒഴിച്ചു, രണ്ടാമത്തെ കഴുകി അവ എവിടെ ആകാതെ ഒഴിച്ചു, മൂന്നാമത്തെ കഴുകുമ്പോ കാണാ അതിന് വെള്ളം മേത്തേക്കൊണ്ട് തെറിച്ചു. എന്നാൽ രണ്ടട്ടം കഴുകി കഴിഞ്ഞത് മൂന്നാമത്തെ കഴുകലാണല്ലോ. 3 കഴിഞ്ഞാൽ ബാക്കി 4 കഴുകലാ വേണ്ട. എന്നാ ബാക്കിയുള്ളത് 4 കഴുകണം. ഈ ആയ സ്ഥലം 4 കഴുകണം. അപ്പൊ 7ാമത്തേലാണ് തെറിച്ചതെങ്കിലോ എന്നാ പിന്നെ കഴുകണ്ട. കാരണം 7ാമത്തെ പ്രാവശ്യത്തോടു കൂടി ശുദ്ധിയായല്ലോ. അതിനകത്ത് 6ാമത്തേലാണെങ്കിലോ ഒരട്ടം കഴുകണം. അപ്പൊ നജസാണെന്ന് ഹുക്കുമ് സ്ഥലത്തിനുണ്ടാകുമ്പോൾ വെള്ളം നജസാണ്. സ്ഥലം ത്വാഹിറാണെന്ന് ഹുക്കുമ് വന്നാൽ ആ ഹുക്കുമ് തന്നെയാണ് ഈ വെള്ളത്തിനും, അതുകൊണ്ട് ആ വെള്ളം ആയ സ്ഥലത്തിനും. ഓക്കെ, മനസ്സിലാണ്ടാവും വിചാരിക്കുക. കിതാബ് ഓതി പരിചയമുള്ളവർക്ക് എളുപ്പമാണ്, അല്ലാത്തവർക്ക് പാക ചില കൺഫ്യൂഷനും അവ്യക്തതയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പരത്തി ആവർത്തിച്ചൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? കിതാബ് ഓതി ആലൂരാജ്യം കീശീരി ഒന്നും ഇടങ്ങാറാണ്ട, ബാക്കി ഇതേതോ സാധാരണക്കാർക്ക് വേണ്ടി പറയാണെന്ന് വിചാരിച്ചാൽ മതി. ഫറോൻ ഇതാ വഖാഫി ത്വാമിൻ, ഒരു ഭക്ഷ്യവസ്തുവിൽ വീണ്. എങ്ങനത്തെ ഭക്ഷ്യവസ്തുവാണ്? ജാബിദിൻ, ഉറച്ചതായ ഭക്ഷ്യ സാധനം. ഉറച്ചത് എന്ന് പറഞ്ഞ പോലെ കരിങ്കല്ല് പോലെ ഉറച്ചതായിക്കൊള്ളുന്നുണ്ടോ? അതൊന്നുമില്ല. കസംനിൻ, ഉണ്ടോ? നെയ് പോലത്തെ, നെയ് പോലെയുള്ള ഉറച്ച ഭക്ഷ്യപദാർത്ഥങ്ങളിൽ വീണാൽ. എന്ത് വീണാൽ? ഫറത്തുൻ മസലൻ, ഉദാഹരണം പറഞ്ഞാൽ എലി പോലെയുള്ള ഉറച്ച ഒരു നജസ് എന്ന് പറഞ്ഞാൽ മൂത്രം രക്തം പോലെയുള്ള നീരായ നജസല്ല, മറിച്ച് ശവം കാഷ്ടം പോലെയുള്ള ഉറച്ച നജസ് വീണു. എവിടെ വീണു? ഉറച്ച ഭക്ഷ്യപദാർത്ഥങ്ങളിൽ. ഉറച്ചത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉറച്ചത് എന്ന്? ഉറച്ചത് എന്ന് പറഞ്ഞാല് ഒരു കയ്യില് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് ഈ പാത്രത്തിൽ നിന്ന് അല്പം കോരിയെടുത്താൽ വളരെ സാവകാശം അങ്ങനെ വന്ന് ആ വിടവ് നികക്കുകയേ ഉള്ളൂ. എന്നാൽ അത് ഉറച്ചത് എന്ന പരിധിയിലാണ്. അല്ല, വല്ല കഞ്ഞിയോ ചായയോ ഒക്കെ ആണെങ്കിൽ അതിന് നമ്മളൊരു കയ്യിൽ കൊണ്ടുകൊണ്ട് കോരിയാൽ നമ്മളെ കയ്യിൽ പൊക്കുമ്പം തന്നെ ആ കോരി അടയാളം അവിടെ കാണൂല. അതിനാണ് ഇപ്പൊ നീരായത് എന്ന് പറയുന്നത്. അപ്പോ ഒരു പാത്രം കൊണ്ട് ഇതിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ പെട്ടെന്ന് ആ വിടവ് നികന്നു പോകുന്നതാണെങ്കിൽ അത് നീരായത് എന്നും, പെട്ടെന്ന് ആ വിടവ് നീങ്ങുന്നില്ല, ക്രമേണ വന്നടയുന്നേ ഉള്ളൂ എങ്കിൽ അതിന് ജാമിദുന്നോ. അതിനാണ് ഇപ്പൊ നെയ്യ് ഉദാഹരണം പറഞ്ഞ്. നെയ്യ് ഉറച്ചെന്ന് പറഞ്ഞാൽ ഉണങ്ങിയിട്ടല്ലല്ലോ ഉണ്ടാകുക. പക്ഷേ ചായ കോരിയതുപോലെ കഞ്ഞി കോരിയതുപോലെ നമ്മൾ കോരിയോട് എടുക്കുമ്പോഴത്തേനും മൂടൂല. പിന്നെ അങ്ങനെ വന്ന് ഇങ്ങനെ ആ വിടവാണ് നിൽക്കണ. അങ്ങനെയുള്ള ജാമിദായ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ജാമിദായ തരത്തിലുള്ള ഒരു നജസ് വീണ്, ഇപ്പൊ വാസന ഒരു എലി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കൂറ അല്ലെങ്കിൽ ഒരു പാറ്റ പോലത്തെ എന്തോ വീണ്, അപ്പൊ മാത്രത്തെ ചത്തു ശവായി. അപ്പൊ നജസാണല്ലോ. എന്നാ എന്താ കാട്ടുക? അത് ആകെ കൊണ്ടുപോയിട്ട് പശുവിന്റെ വെള്ളത്തേക്ക് തട്ടണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഉൽക്കിയത്ത് ആ നജസിനെ എടുത്ത് കളയപ്പെടണം. വമാ ഹൗലഹ, അതിന്റെ ചുറ്റുമുള്ളതും, ചുറ്റുള്ളത് തന്നെ വിമ്മ മാസഹാഫക്, ഇത് പരസ്പരം തൊട്ട സ്ഥലം മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. ഈ ഭക്ഷ്യപദാർത്ഥവും നജസും പരസ്പരം കൂട്ടിമുട്ടിയ തൊട്ട സ്ഥലം മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. വൽ ബാക്കി ത്വാഹിറുൻ, ബാക്കിയുള്ളതൊക്കെ ത്വാഹിറാണ്. അപ്പൊ നമ്മളിത് കുറെ ഒസ്വാസാണ്. ഞമ്മക്ക് പിന്നെ അത് ഒരു വസ്തുവിനും പറ്റൂല. അത് നമ്മൾ ആകെ കൊണ്ടുപോയിട്ട് പശുവിന്റെ വെള്ളത്തിക്കാണ് തട്ടും. അങ്ങനെ വേണമെന്നില്ല. ജാമിദായ ഇപ്പറഞ്ഞേക്ക് കോരിയെടുത്താൽ ഉടനെ ആ വിടവ് നിൽക്കാതെ സാവകാശം നിൽക്കുന്ന നിരക്കുള്ള ഉറച്ച ഭക്ഷ്യപദാർത്ഥങ്ങളിലാണ് ഇത്തരം ശവങ്ങളോ മറ്റോ വീണ് നജസായതെങ്കിൽ ആ ശവം എടുത്തു കളഞ്ഞ് അതിനെ തൊട്ടു നിൽക്കുന്ന വസ്തു ആ ഭക്ഷ്യപദാർത്ഥങ്ങളും അല്പം എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ത്വാഹിറാണ്.
ഇനി ജാമിദ് എന്ന് പറഞ്ഞാൽ തിരിയാതെ പോണ്ട. വൽ ജാമിദു ഉറച്ചത് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഈ ഉറക്കുക എന്നാണ്? കരിമ്പാർ ഉറച്ചേക്കോ സിമന്റും ചാക്ക് ഉറച്ചോക്കോ അല്ല. അത് അല്ലത് ഒരു വസ്തുവാണ്. ഇതാ ഒരിഫ മിൻഹു അതിൽ നിന്നും കോരിയെടുക്കപ്പെട്ടാൽ, ഒരു സ്പൂൺ കൊണ്ടോ കൈലുകൊണ്ടോ പാട്ടോണ്ടോ അതിൽ നിന്ന് കോരിയെടുക്കപ്പെട്ടാൽ എത്രാദു അത് പരസ്പരം വന്ന് കൂടി ചേരുകയില്ല. അലാ ഖുർബിൻ പെട്ടെന്ന് വേഗത്തിൽ സാവകാശം വന്ന് ചേരുള്ളൂ. അതൊക്കെ ജാമിദ അല്ല. നേരെ മറിച്ച് മായ എന്ന് പറയണെങ്കിലോ കോരിയെടുത്ത ഉടനെ തന്നെ, ഉദാഹരണം വെളിച്ചെണ്ണ, എണ്ണ, അതൊക്കെ കോരി നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ സ്ഥലം നിൽക്കും. അതേസമയത്ത് നെയ്യ് അങ്ങനെയല്ല, സാവകാശം വരൂ. ഇങ്ങനെ ഇനി കിണറ്റിൽ വെള്ളം നരസായാൽ എന്താണ്? കിണറ്റിക്ക് ഇപ്പൊ ഞാൻ ഇറങ്ങണോ? കീശിരിയെ കീശിരി ഉണ്ട്, കാമും പിടിച്ചുകൊണ്ട് താഴത്ത് മുന്നിൽ ആലുരാജിന്റെ. ആലുരാജ് ഒരു പഴയ മനുഷ്യനല്ലേ എന്നുള്ളവർക്ക് ബഹുമാനിച്ചുകാണ്ട് കീശിരി മാറി നിന്നതാ. കീശിരി ഇല്ലാന്ന് വേണ്ട എന്ന നിലക്ക് ഒരു കാമുമായിട്ട് താഴത്ത് മൂപ്പരും ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി അവിടുന്ന് പോയാൽ കുറച്ച് ഉണ്ടത്. ലോ മസ്സ കൽബൻ ദാഖിലമായി കസീരിൽ നിന്ന് വരെ ഉണ്ട്. അവിടെ പോവോ? കേൾക്കണോൽക്ക് മടുക്കുണ്ടോന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? പിന്നെ ഞമ്മക്ക് ഇവിടെ പണ്ട് തന്നെ പൂവ് ഇല്ലാണല്ലോ. പൂവ് വേണ്ടാന്ന് പറഞ്ഞിട്ടാട്ടോ പൂവിന് ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പണിയേറ്റെടുത്തോളൂ. ഞാൻ പിന്നെ വേണ്ടാന്ന് അറിഞ്ഞിട്ട് ആളുകളെയൊക്കെ വാടെ നമ്മളിവിടെ പിടിച്ച് കെട്ടിയിടല. അതുകൊണ്ടാണ് വരാത്തത്. മനസ്സിലായില്ലേ? പക്ഷെ കുറച്ചധികം ഉണ്ടത്. അവിടെ നിന്നോട്ടെ, മടുപ്പിക്കണ്ട. കുറച്ചധികം ഉണ്ട്. കാരണം ഏതാണ്ട് കുറച്ച് ഒരു 5-6 വരി, 1 2 3 4 5 6 7 വരിയുണ്ട്. ഓ അത് വേണ്ട. കാരണം ഞാൻ ഓടിച്ചിട്ട് പോയിട്ടും കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോകണമെങ്കിൽ അതിന് കുറച്ചധികം സമയം എടുക്കും. അപ്പോത്തിന് മടുക്കണ്ട. പിന്നെ ഇന്നലെ ചോദ്യോത്തരത്തിന് നമുക്ക് സമയം കിട്ടിയിട്ടുമില്ല. ഒന്ന് എനിക്ക് നെറ്റിന്റെ ചെറിയ പ്രശ്നം, ബുദ്ധിമുട്ട് നേരിട്ടു. അതിന്റെ പുറമെ പിന്നെ ഇന്നലെ അഹമ്മദാബാദിൽ നിന്നുള്ള ലൈവിന്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് നിർത്തിയതാ. ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ ഒന്നും മുക്കുപാടെ കൂട്ടിയിട്ട് ബാക്കിയുള്ള സമയം നമുക്ക് എന്താക്കാം. 5 മിനിറ്റ് ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള സമയം കൂടി ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരത്തിന് ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അവന്റെ ദീനിൽ നാഫിയായ ഇൽമു തന്ന അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന പാവങ്ങളാണ്. അല്ലാഹു തആല എല്ലാം അവന്റെ ഫضല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി ചോദ്യക്കാർക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും.